അത് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും അങ്ങനെ ചില കമന്റ്സ് വരാറുണ്ട്. എന്താന്ന് വെച്ചാൽ ഇവിടെ വന്നാൽ ചിലത് നോ പറയും. അതൊരു ബിഗ് നോയായിരിക്കും. പിന്നീട് ആ ഒരു കാര്യത്തിന് എവിടെ പോയാലും അതിനൊരു പരിഹാരം ഉണ്ടാവാറില്ല. അപ്പോ അങ്ങനെ നോ പറയുന്നത് തന്നെ ചിലർക്ക് ആദ്യ അനുഭവമായി ആണ് എന്ന് പങ്കുവെച്ച ആളുകളുണ്ട്. അല്ല, ചില പേഷ്യൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കിഡ്നി ഡിസീസ് ഉണ്ട്, റീനൽ ഫെയിലിയർ ആയിട്ടുള്ള വ്യക്തികൾ വന്നിട്ടുണ്ട്, ഡയാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് കുറെ അധികം മരുന്നുകളും കൂടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കിഡ്നിക്ക് ഓവർലോഡ് കൊടുക്കുകയാണ്. നാളെ പല ദോഷങ്ങളും ഉണ്ടാവാം. അത് മരണത്തിലേക്ക് പോകാനിരിക്കുന്ന ഒരു വ്യക്തിയെ ഇവരൊന്നും കൂടെ കൊടുത്ത് വേഗം മരണത്തിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാകും. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും, സാധ്യമല്ല, ഞങ്ങളത് ട്രീറ്റ് ചെയ്യില്ല, ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് നിങ്ങളത് കഴിക്കരുത്. സെക്സ് ചെയ്തില്ല എന്ന് പറഞ്ഞൊന്നും സംഭവിക്കില്ല. ഇല്ല. പക്ഷെ ഒരാള് മരണത്തിലേക്ക് പോകാൻ പാടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു അപകടം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ ഹാർട്ട് പ്രോബ്ലം ഉള്ള വ്യക്തികൾ നൈട്രേറ്റ്സ് കഴിക്കുന്നുണ്ട്, നമ്മൾ ഒരു കാരണവശാലും മരുന്ന് കൊടുക്കില്ല, കൊടുക്കാൻ പറ്റില്ല. കൊടുത്തു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവാം ഏത് സമയം. അത്തരം കാര്യങ്ങളിൽ നമ്മൾ നോ തന്നെ പറയും. ഡോക്ടർ, ആ ഒരു കാര്യത്തിൽ ഒരു പൂരിപ്പിക്കാവുന്ന ഒരു ചോദ്യം കൂടി ഉണ്ട്. അദ്ദേഹത്തിന്റെ വയസ്സ് 58 ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിരിക്കുന്ന ആളാണ്. അപ്പോ അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ്, ഒരു സെക്ഷൽ പ്രോബ്ലം ഉണ്ട്, അതിനൊരു ട്രീറ്റ്മെന്റ് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. എത്ര സമയം അദ്ദേഹത്തിന്റെ ഈ ഒരു സർജറി കഴിഞ്ഞിട്ട് 4 മാസത്തോളം ആയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി എത്ര സമയം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് അറിയുന്നത്? ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം ഒരു 3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കൊടുക്കുന്നതിനോ ട്രീറ്റ് ചെയ്യുന്നതിനോ ഒന്നും കുഴപ്പമില്ല. അല്ലെങ്കിൽ അവരെ ആ ട്രീറ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് ഡോക്ടറോട് ചോദിച്ചൊരു ലെറ്റർ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ വളരെ ഉപകാരമാണ്. അതില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേപ്പേഴ്സും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളുടെ കാർഡിയോളജിസ്റ്റിനെയും കൂടെ കാണിച്ചിട്ട് ഈ കൊടുത്തിരിക്കുന്ന മരുന്നുകൾ ഏതെങ്കിലും കോൺട്രാ ഇൻഡിക്കേഷൻ ഉള്ള മരുന്നുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. പിന്നെ അദ്ദേഹത്തിന്റെ ഉദാഹരണക്കുറവിന്റെ കാരണം ഈ പറഞ്ഞ പോലെ രക്തക്കുഴലിൽ അടവ് വന്നതാണോ, ചിലപ്പോൾ ആർട്ടീരിയോജനിക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആവാം. ഹാർട്ടിന്റെ ഹാർട്ടിലേക്ക് രക്തം കൊടുക്കുന്ന കുഴലുകളിൽ കൊറോണറി ആർട്ടറിയിൽ ബ്ലോക്ക് വന്നതുപോലെ തന്നെ പിന്നെ പെനീസിന്റെ ഡോർസൽ ആർട്ടറിയിൽ ബ്ലോക്ക് വന്നിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമാണ്. കാവർണസ് ആർട്ടറിയിലുള്ള ബ്ലോക്കാണ്, കാവർണസ് ആർട്ടറിയിലാണ് ബ്ലോക്ക് വരുന്നത്. ആ ബ്ലോക്ക് പലപ്പോഴും ഉദാഹരണക്കുറവിന് കാരണമാകാം. അങ്ങനെയുള്ള ബ്ലോക്കാണോ, അതോ അതിലേക്ക് വന്ന ബ്ലഡ് ലീക്കായിട്ട് പോകുന്നതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കാതെ തിരിച്ച് ഇറങ്ങിപ്പോകുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. മനസ്സിലാക്കിയതിന് ശേഷം തീർച്ചയായിട്ടും ആ വ്യക്തിയെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ സേഫ് ആയിരിക്കണം. സേഫ് ആകണമെങ്കിൽ ഈ കാര്യങ്ങൾ നോക്കണം. ഒരാൾക്ക് ഹാർട്ട് പ്രോബ്ലം ഉള്ളത് കൊണ്ടോ, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞത് കൊണ്ടോ, ബൈപ്പാസ് കഴിഞ്ഞത് കൊണ്ടോ ഉദാഹരണക്കുറവിന് ചികിത്സിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. പിന്നെ ചില വ്യക്തികളുണ്ട്, കുറെ അധികം മരുന്നുകൾ കഴിക്കുന്നുണ്ടാവാം, വീണ്ടും മരുന്നുകൾ കൊടുക്കുന്നത് അത് അവർക്ക് അങ്ങനെയുള്ളവർക്ക് ഹെൽത്തി അല്ല. പക്ഷെ ഒരു സർജറിക്ക് വിധേയനാകാനായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും കാണില്ല, ഹെൽത്തി ആയിരിക്കാം. അങ്ങനെയുള്ള കേസുകളിൽ ഇംപ്ലാന്റ് ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ ആജീവനാന്തം മരുന്നുകളെ ആശ്രയിക്കേണ്ട കാര്യമില്ല. മരുന്നില്ലാതെ തന്നെ ബന്ധപ്പെടാനായിട്ട് അവർക്ക് സാധിക്കും. ഹൃദ്രോഗം ഉള്ളത് കൊണ്ടോ, ആൻജിയോപ്ലാസ്റ്റി ചെയ്തതുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു കൊറോണറി ബൈപ്പാസ് സർജറി ചെയ്തുകൊണ്ടോ ചികിത്സ കൊടുക്കാൻ പാടില്ല എന്നില്ല. കൊടുക്കാം, പക്ഷെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി സുരക്ഷിതമായിട്ട് വേണം ചികിത്സ കൊടുക്കാൻ എന്ന് മാത്രം.